ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി സോയ ചങ്ക്സ് റൈസ് ആണ്. നമ്മൾ ടൊമാറ്റോ റൈസ്, ലെമൺ റൈസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ സോയ ചങ്ക്സ് ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു റൈസ് റെസിപ്പിയാണിത്. നമ്മുടെ ഉണ്ടാക്കിയ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ സോയ ചങ്ക്സ് മസാലയാക്കിയിട്ട് ഈ ബാക്കി വരുന്ന ചോറും ഇതിനും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം. ഞാനിവിടെ 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. സോയ ചങ്ക്സ് നല്ല ഡ്രൈ ആയിട്ടാണുള്ളത്. ഇതൊരു 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളയാം. ഇപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. സോയ ചങ്ക്സ് നല്ലപോലെ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ജീരകം ഇടാം. ജീരകം പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 ബേ ലീവ്സ് ചേർക്കുന്നുണ്ട്. പിന്നെ 4 ഗ്രാമ്പു, 2 ഏലക്കായ്, 2 പട്ട, ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇതും നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇതും 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. ഞാനിത് 3 തക്കാളി മിക്സിയിൽ അടിച്ചതാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, പിന്നെ ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്കിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. സോയ ചങ്ക്സ് വെന്തിട്ടില്ല, ഇനി ഇത് വേവിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്കിനി കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നുകൂടി അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് പാത്രം തുറന്ന് നോക്കാം. സോയ ചങ്ക്സ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ചോറൊക്കെ ബാക്കി വന്നാൽ നമുക്ക് ഇതുപോലെ സോയ ചങ്ക്സ് മസാലയാക്കിയിട്ട് ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ചോറ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാലയെല്ലാം ചോറിൽ നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. മസാലയെല്ലാം ചോറിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.